ഹായ് സുന്ദരീസ്. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ രാവിലെ എണീറ്റ് ഒരു 5:30 ആയപ്പോഴാണ് കേട്ടോ എനിക്ക് ഇതെന്താണ് 6:10 കാണിങ്ങനെ 6 മണിയായിട്ടുള്ളൂ. കുറച്ച് ഫാസ്റ്റാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് പനീർ ബട്ടർ മസാല മാത്രം ഉണ്ടാക്കിയാൽ മതി. കാരണം ഇമ്മയ്ക്ക് കമ്മ്യൂണിറ്റി ലഞ്ചാണ്. അപ്പോൾ ഒറ്റൊരു ഐറ്റം മാത്രം കൊണ്ടുപോയാൽ മതി. അപ്പോൾ ഓരോ കുട്ടികൾ ഓരോ ഐറ്റംസ് അല്ലേ കൊണ്ടുവരണത്. അല്ല 3-4 കുട്ടികൾ ഒരു ഐറ്റം അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് പറഞ്ഞിരിക്കുന്നത് പനീർ ബട്ടർ മസാലയാണ്. അപ്പോൾ ആദ്യം പനീർ എടുത്തിട്ടുണ്ട്. 3 പീസ് പനീറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഉപ്പും പിന്നെ കുറച്ച് മുളക് പൊടി, കുറച്ച് നാരങ്ങ നീരും കൂടി മിക്സാക്കി അത് പനീറിലേക്ക് നന്നായിട്ട് പുരട്ടി കൊടുക്കുകയാണ്. കോഴി ഭയങ്കര കൂവലാണല്ലോ. എന്നിട്ട് നമുക്ക് സവോള അരിയാം. ഞാൻ ഈ നോക്കണത് ഞാൻ എന്തോ സിനിമ വെച്ചിട്ടുണ്ട് തോന്നുന്നു. എനിക്ക് ഈ ഒരു പൊട്ട സ്വഭാവമുണ്ട്. ഞാൻ രാവിലെ എണീറ്റാൽ തന്നെ ഏതെങ്കിലും സിനിമ വയ്ക്കും. നെറ്റ്ഫ്ലിക്സോ ആമസോൺ പ്രൈമോ ഹോട്ട്സ്റ്റാറിലോ അതിൽ കാണാത്ത ഏതെങ്കിലും സിനിമയോ സീരീസോ വയ്ക്കും. അത് കണ്ടിട്ടാണ് അടുക്കളയിലത്തെ ഒരുവിധം കാര്യങ്ങളൊക്കെ തീർക്കുക. കണ്ടിട്ടില്ലെങ്കിലും കേൾക്കാൻ പറ്റുമല്ലോ. അങ്ങനെ എനിക്ക് കഥയൊക്കെ മനസ്സിലാവും. ഒരു സന്തോഷം അങ്ങനെ. പക്ഷെ അതെനിക്ക് മാറ്റണം എന്നാണ് ആഗ്രഹം. എന്തായാലും നമ്മൾ പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട്, എണ്ണയല്ല കേട്ടോ ബട്ടറാണ് ഒഴിച്ചത്. ബട്ടർ ഒഴിച്ചിട്ട് സവോള ഇട്ടിട്ട് മസാലപ്പൊടികളൊക്കെ ഒന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ. പ്രത്യേകിച്ചൊന്നുമില്ല. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇത്രയാണ് ഇട്ടിട്ടുള്ളത്. ചിക്കൻ്റെ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. കാരണം ഈ 3 ക്ലാസ്സിൽ കുട്ടികൾ ഇതുണ്ടാവുമല്ലോ, മലയ്ക്ക് പോകുന്ന കുട്ടികളുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് വെജ് കുട്ടികളുണ്ട്. അവർ ഓൾറെഡി സ്കൂളിൽ പാടില്ല എന്നാണ്, നോൺ വെജ് കൊടുത്തുവിടാൻ പാടില്ല എന്നാണ് അവരുടെ സ്കൂളിൽ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ഈ ചിക്കൻ മസാല അങ്ങനെ ഒന്നും ഇട്ടില്ല കേട്ടോ. എന്തായാലും അതിലേക്ക് തക്കാളി ഇട്ടിട്ട് അതങ്ങനെ ഇരിക്കട്ടെ. പിന്നെ ഞാൻ തലേദിവസം കാഷ്യൂ വെള്ളത്തിലിട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു ക്രീമി ടെക്സ്ചർ കിട്ടാനായിട്ട് നല്ലത്. ഫ്രഷ് ക്രീമിനെക്കാട്ടിലും നല്ലതാണ് കാഷ്യൂ അരയ്ക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ പനീർ നമ്മൾ അങ്ങനെ എയർ ഫ്രയറിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 ഭാഗം ഒരേപോലെ ആവാനായിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടണം പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ പനീർ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റി വെച്ചിട്ടില്ലേ, അത് ഓഫ് ചെയ്ത് അങ്ങനെ വെക്കുക. അതൊന്ന് തണുക്കട്ടെ. തണുത്തതിന് ശേഷം നമുക്ക് അതും അരച്ചെടുക്കണം. അപ്പോൾ ആ ഗ്യാപ്പിൽ നമുക്ക് പനീർ ഒന്ന് നുറുക്കി വെക്കാം. പിന്നെ ഞാൻ പാലിൽ കുറച്ച് കാപ്പിപ്പൊടി മാത്രം ഇട്ടിട്ട് ഒന്ന് നാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ആ സാധനം വെച്ചിട്ട്. അപ്പോൾ അതും പിന്നെ ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും അത് അത്രയും കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു 5 മിനിറ്റിൽ പരിപാടി കഴിഞ്ഞു. അതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സവോളയും തക്കാളിയൊക്കെ നമ്മൾ അരച്ച് വെച്ചിട്ടില്ലേ, അതൊന്ന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതേ അരച്ചിട്ടുള്ളത് നമ്മൾ പാനിലേക്ക് ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുമ്പോൾ ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ പനീർ മട്ടർ മസാല ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പനീറിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ഗ്രീൻ പീസ് ആഡ് ചെയ്താൽ അതൊരു ടേസ്റ്റ് അല്ലേ. അത് ഉണക്കിയതല്ല കേട്ടോ, ഫ്രോസനാണ് ഞാൻ എടുത്തത്. എന്നിട്ട് നമുക്ക് പനീറും കൂടി ഇട്ട് ഒന്ന് പനീർ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ആ കാഷ്യൂ അരച്ച് വെച്ചതും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് കസൂരി മേത്തി ഇല്ലേ, അതൊന്നിങ്ങനെ അതുണ്ടായിരുന്നുകൊണ്ട് ഞാൻ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ അത്രയും കൂടെ കഴിഞ്ഞു. മല്ലിയില ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യുക, അതുണ്ടായിരുന്നില്ല. അപ്പോൾ പണി പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ. ഇനിയും ആ കുട്ടീനെ വിളിക്കാം. വണ്ടി കുറച്ച് നേരത്തെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചടപടേന്ന് കാര്യങ്ങൾ പോകണം. ഇമ്മയെ വിളിക്കാൻ കുറച്ച് സമയം വേണം കേട്ടോ. അവൾക്ക് രാവിലെ എണീക്കാൻ കുറച്ച് സമയം വേണം. ഇങ്ങനെ 1 മിനിറ്റ് ഇങ്ങനെ പറഞ്ഞിരിക്കും. 7:30 വണ്ടി വരും. 6:45 ആകുമ്പോൾ വിളിച്ചു തുടങ്ങും. ഒരു സമയമാവും എണീക്കുമ്പോൾ. എന്തായാലും രാവിലെ മേല് കഴുകാറേ ഉള്ളൂ. കാരണം മുടി ഇങ്ങനെ 2 സൈഡിൽ കെട്ടേണ്ട കാരണം കുളിച്ച് കഴിഞ്ഞാൽ ഉണങ്ങില്ല. അപ്പോൾ 3 മണിയാകുമ്പോൾ ഇമ്മ എത്തും. അപ്പോഴാണ് കേട്ടോ കുളിപ്പിക്കണേ. അത് മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറേ പേര് പറഞ്ഞില്ല കുട്ടികളെ തല കുളിപ്പിച്ച് വിടണമെന്ന്. പക്ഷെ എനിക്ക് മനസ്സിലാവണില്ല കേട്ടോ. ലൈക്ക് നല്ലതാണ് അങ്ങനെ വിടാൻ പറ്റി. പക്ഷേ ഇങ്ങനെ മുടി 2 ഭാഗം കെട്ടേണ്ട കാരണം എത്ര നേരത്തെ കുളിപ്പിച്ചാലാ ഉണങ്ങുക. അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ അത്രയും ബുദ്ധിമുട്ടിക്കാറില്ല അവളെ. എന്തായാലും അതിന് ശേഷം ഞാൻ അവളെ കൊണ്ടുവിട്ട് തിരിച്ചെത്തി അതൊക്കെ മടക്കി വെച്ച് ചെടിക്കൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച്. ഈ ഭാഗം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ലോണം വെളിച്ചം വരുന്ന ഭാഗമാണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കുറച്ച് ചൂടുണ്ട് കേട്ടോ. അത്ര കോസി ആയിട്ടുള്ള റൂമല്ല. രാത്രിയൊക്കെ ചൂടുണ്ട്. കുറച്ച് നേരമൊക്കെ എ സിയൊക്കെ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. അതിനുശേഷം ഞാൻ ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇമ്മയ്ക്ക് രാവിലെ കഴിക്കാനായിട്ട് ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പനീർ ബട്ടർ മസാലയുടെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിച്ച് ഞാൻ കമൻസിനൊക്കെ ഒന്ന് റിപ്ലൈ ചെയ്യും. എന്നിട്ട് നമുക്കൊന്ന് അടുക്കള ക്ലീൻ ചെയ്യണം. ഞാൻ ഗ്ലൗസൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ടിട്ടാണ് കഴുകണം. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കയ്യിൽ അലർജിക്ക് കുറച്ച് കുറവുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്നിട്ട് ക്ലീൻ ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ രാവിലെ തന്നെ ഈ പരിപാടി എല്ലാം തീർത്ത് വയ്ക്കും. പിന്നെ എനിക്ക് വലിയ കുക്കിംഗ് ഇല്ല.
മെയിനായിട്ട് ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും മാത്രമേ ഞാൻ കുക്ക് ചെയ്യുള്ളൂ. ഉച്ചയ്ക്ക് അമ്മ ഇവിടെ ഉണ്ടെങ്കിൽ അമ്മ ആണ് ഉണ്ടാക്കുക. അത് കുറേ പേർക്ക് കൺഫ്യൂഷൻ, എന്താണ് മുകളിലൊരു അടുക്കള താഴെ ഒരു അടുക്കള എന്നുള്ളത്. ഓൾറെഡി ഞങ്ങൾക്ക് മുകളിൽ അടുക്കള ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഉപയോഗിക്കണം. കാരണം സാധനങ്ങളെല്ലാം ഉണ്ട് താനും ഗോവയിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. കൺവീനിയൻസിന് വേണ്ടി ഉപയോഗിക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ തുണികളെല്ലാം തോരയിട്ടു, എഡിറ്റ് ചെയ്തു, 2 ഷോർട്സ് എഡിറ്റ് ചെയ്ത് വോയിസ് ഓവറൊക്കെ കൊടുത്തു. അതിനുശേഷം ഞാൻ കുളിച്ച് ജിമ്മിലേക്ക് വന്നു കേട്ടോ. ഇത്തവണ ഞാൻ മെയിനായിട്ട് വന്നിരിക്കുന്നത് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, ഒരു റീൽ എടുക്കാമെന്നും കൂടി വിചാരിച്ചിട്ടാണ്. ഇടയ്ക്ക് വല്ലപ്പോഴും ഞാൻ ഇങ്ങനെ റീലായിട്ട് എടുക്കാറുണ്ട്. ഒരു 5 മാസത്തിലൊരിക്കലോ അങ്ങനെയൊക്കെ ആയിട്ട് റീലായിട്ട് എടുത്തിടാറുണ്ട്. ഒരു സന്തോഷത്തിന് കേട്ടോ, പ്രത്യേകിച്ച് ഒന്നുമില്ല. നമുക്കിങ്ങനെ വർക്കൗട്ട് ചെയ്ത് ഒരു ഇതൊക്കെ കാണുമ്പോൾ, റിസൾട്ടൊക്കെ കാണുമ്പോൾ നല്ലൊരു സന്തോഷമല്ലേ. എനിക്കിപ്പോൾ നല്ല മാറ്റമുണ്ട്. ഞാനിപ്പോൾ ഓൾമോസ്റ്റ് 48 കിലോ ആയിട്ടുണ്ട്. അതിലും മസിൽ മാസ് നല്ലോണം കൂടിയിട്ടുണ്ട്. ആ ഒരു സന്തോഷം. പക്ഷെ എനിക്കൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വയറും കൂടുന്നുണ്ട്. അതാണൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യണേ. ഞാൻ ആപ്സിന് വേണ്ടിയിട്ടുള്ള വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ അതത്ര പോരാ. ഞാൻ കുറേ കൂടി ഇനി അതിന് വേണ്ടി സമയം കണ്ടെത്തി ചെയ്യണം. പിന്നെ പുഷപ്പ് നന്നായി എടുക്കുന്നുണ്ട്. അറ്റ് സ്ട്രെച്ച് ഒരു 15 to 20 എടുക്കാൻ പറ്റുന്നുണ്ട്. അതൊരു നല്ലൊരു ഇതായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. ബെറ്ററായി തോന്നുന്നുണ്ട്. സ്ട്രെങ്ത്തൊക്കെ കുറേയൊക്കെ ഇൻക്രീസ് ആയിട്ടുണ്ട്. 6 വർഷത്തെ ഇതാണ് കേട്ടോ ഞാൻ പറയണത്. 6 വർഷമായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു വർഷം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് നന്നായിട്ട് റെഗുലറായിട്ട് പോകാൻ ശ്രമിച്ചിട്ടുണ്ട്. ഫുഡ് ഞാൻ കുറേ ബെറ്റർ ആക്കിയിട്ടുണ്ട്. മസിലൊക്കെ കുറേയൊക്കെ ബെറ്ററായി വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ എയിം. മസിൽ കൂട്ടുക എന്നുള്ളത്, മസിൽ മാസ് കൂട്ടുക എന്നുള്ളതാണ് എൻ്റെ എയിം. ഓരോരുത്തർക്കും ഓരോ പോലെയാണ്. ചിലർക്ക് അങ്ങനെ മസിൽ കൂടുന്നത് ഇഷ്ടമുണ്ടാവില്ല. ഞാൻ പറയുകയാണെങ്കിൽ അതൊന്നും കണക്കാക്കണ്ട. റെഗുലറായിട്ടൊരു ചെറിയ സ്ട്രെങ്ത് ട്രെയിനിങ് ഉണ്ടെങ്കിൽ സ്ത്രീകൾക്ക് അത് ഭയങ്കര നല്ലതാണ്. എല്ലാവർക്കും നല്ലതാണ്, സ്ത്രീകൾക്ക് അത് വളരെ നല്ലതാണ്. നമുക്ക് പ്രായം ചെല്ലും തോറും ഒരുപാട് ബെനിഫിറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ റീലെടുക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെ കറബറാന്ന് ചെയ്യുന്ന, മിക്സാക്കി ചെയ്യുന്ന. ഇങ്ങനെയല്ല, ഓരോ ദിവസം ഓരോ മസിലിന് അല്ലെങ്കിൽ 2 മസിലിനെ ടാർഗറ്റ് ചെയ്തിട്ട് തന്നെയാണ് വർക്കൗട്ട് ചെയ്യാറുള്ളത്. ഇതിപ്പോൾ എൻ്റെ അനിയൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവനാണ് ഷൂട്ട് ചെയ്ത് തരുന്നത്. അപ്പോൾ അങ്ങനെ എടുത്തു. എനിക്ക് ഞാൻ ഇപ്പോഴത്തെ ഒരു ഇതിൽ ഹാപ്പിയാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് കുറച്ചുകൂടി ഈ പറഞ്ഞ പോലെ വയറിൻ്റെ കാര്യത്തിൽ, ആപ്സിൻ്റെ കാര്യത്തിൽ ഞാൻ അത്ര ഹാപ്പിയല്ല. ബാക്കിയെല്ലാം കൊണ്ടും ബെറ്റർ ആയിട്ടുണ്ട്. സ്ട്രെങ്ത്തൊക്കെ കുറേയൊക്കെ ഇൻക്രീസ് ആയിട്ടുണ്ട് എന്ന് തോന്നുന്നു. കുറേ പേരിപ്പോൾ ജിമ്മിൽ പോകുന്നുണ്ട്. അതിൻ്റെ അപ്ഡേറ്റൊക്കെ എൻ്റെ അടുത്ത് ഷെയർ ചെയ്യാറുണ്ട്. എനിക്ക് നല്ല സന്തോഷമുണ്ട് കേട്ടോ. താങ്ക് യു. ഇതെന്താണ് കാർക്കൂന്തലൊക്കെ എടുത്ത് മുടി വെട്ടണ കാര്യം എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചായിരുന്നു. ഞാൻ മുടി വെട്ടുന്നുണ്ട് കേട്ടോ. ആക്ച്വലി എനിക്ക് ജാനുവരിയിൽ ഒരു പരിപാടി ഉണ്ട്, ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ എനിക്ക് കുറച്ച് മുടി വേണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെച്ചിരിക്കണത്. അത് കഴിഞ്ഞ് എന്തായാലും പോയി വെട്ടണം. അങ്ങനെ അപ്പോൾ ഇനി നമ്മൾ വീട്ടിൽ ചെല്ലുന്നു. ബാക്കി യൂട്യൂബിൻ്റെ പരിപാടികളും ഷൂട്ടും എഡിറ്റും അങ്ങനത്തെ കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കുട്ടി മോർണിംഗ് റുട്ടീൻ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അങ്ങനെയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.